കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് സോനയുടെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ഉണ്ടാവും. എനിക്ക് അവിടുത്തെ പൂക്കളും ചെടികളും ഒക്കെ കണ്ടപ്പോൾ എനിക്കിതിലൊന്ന് പകർത്തണം തോന്നി. കണ്ണൻ റെനീഷിനെ വിളിക്കണ വീട്ടിൽ. അപ്പോൾ കണ്ണൻ്റെ അമ്മയ്ക്ക് പൂക്കളോടും ചെടികളോടുള്ള ഇഷ്ടമാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ ആളത് കൈകാര്യം ചെയ്ത് വെച്ചേക്കണേ. പൂക്കളും അതുപോലെ തന്നെ പച്ചക്കറികളും, ആവശ്യത്തിന് വീട്ടിലോട്ട് വേണ്ട പച്ചക്കറികളൊക്കെ ആൾ തന്നെ കൃഷി ചെയ്താണ് എടുക്കണേ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ ഇങ്ങനെ ഓരോന്നും അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ. ഞാനത് ഇങ്ങനെ വീഡിയോയിൽ പകർത്തി നിങ്ങളിന്ന് കാണിക്കാൻ. നമുക്കത് കാണാം കേട്ടോ. അന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അധികം പൂക്കളില്ല. എന്നിട്ടും എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിരിക്കും അല്ലേ. മൊത്തം ഇങ്ങനെ പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്നുണ്ടോ. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഒരു കൂളാണ് അവിടെ. എന്താ വെച്ചാൽ ഈ ചെടികളും മരങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിനും ഉള്ളതുകൊണ്ടായിരിക്കും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല തണുപ്പാണ്. അങ്ങനെ അധികം ചൂടൊന്നുമില്ല, നല്ല സുഖമാണ് കേട്ടോ. ഇതാണ് അവരുടെ റോക്കി കുട്ടൻ. റോക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് ഇണങ്ങി കേട്ടോ. അങ്ങനെ ഒരു അപരിചിതരാണെന്നുള്ളൊരു തോന്നലൊന്നും അവനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ ഇണങ്ങി. അവൻ അങ്ങനെ ആരെയും പെട്ടെന്ന് അടുപ്പിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഇണങ്ങി അവൻ. പറമ്പിൽ നട്ടാത്തായിട്ടൊന്നുമില്ല. കാരണം ഒരുവിധപ്പെട്ട പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിൽക്കണതാണ് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ പറമ്പിൽ മാത്രമല്ല, ടെറസിൻ്റെ മേലെയും ഇതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊക്കെ വിളവെടുപ്പ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേനലായപ്പോഴത്തേനും വെയിലും ഇതൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഉണങ്ങിയൊക്കെ പോയി. ഇതൊരു ബഡ് തൈയാണ് കേട്ടോ പേരക്കയുടെ. ഒരുപാട് പേരക്ക പിടിച്ചിട്ടുണ്ട്.
നല്ല രസമുണ്ട് അങ്ങനെ പേരക്കൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കണ കാണാനായിട്ട്. ചെറിയ കുഞ്ഞി തയ്യല്ലേ, കുഞ്ഞി തയ്യിൽ ഇങ്ങനെ കുറേ ആകുമ്പോഴത്തേനും പറിച്ചൊക്കെ എടുക്കാൻ നല്ല രസമല്ലേ. ഇനി അത് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അതിൻ്റെ അടുത്തായിട്ട് അമരപ്പയറില്ലേ, അതും അതുപോലെ തന്നെ ചീര, ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഈ ഭാഗത്ത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് വിത്തിന് വേണ്ടി മാറ്റിയിട്ടൊക്കെ ഉണ്ട്. തക്കാളി ഉണ്ട്, വഴുതനങ്ങയൊക്കെ നോക്കിക്കേ. അതുപോലെ ചീരയുടെ ഒക്കെ കുറേ വിത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയും ഉണ്ടമുളകും പടവലങ്ങയും അതുപോലെ ചീരയും, ചുവന്ന ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്, എല്ലാം നന്നായിട്ട് പിടിച്ചേക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാര്യം ഇപ്പം ഞാൻ ചെന്ന സമയത്ത് ഇതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു. ഒരുപാട് പച്ചക്കറികൾ കിട്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ ഫോണിലുണ്ട്, വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ ഒരുപാട് തൈകൾ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ ചെടികളെ പരിപാലിക്കലും അവയ്ക്ക് വെള്ളം കൊടുക്കലൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വന്തം മക്കളെ നോക്കുന്ന പോലെ ഇതുപോലെ ആത്മാർത്ഥതയോടുകൂടി നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ്. മടി പിടിച്ചിരിക്കുന്നവർക്ക് പറ്റുന്ന പരിപാടിയേ അല്ല. ചെറിയ സ്ഥലമുള്ളെങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെയൊക്കെ പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത നല്ല നല്ല പച്ചക്കറികൾ കഴിക്കാം. പിന്നെ അതേ നോക്കിക്കേ, കറിവേപ്പില തൈ ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കാണിക്കാനുണ്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. വേപ്പിലേൻ്റെ ഇടയിൽ ഒരാൾ ഈ പടവലങ്ങയുടെ വള്ളി പടർന്നു പോയിട്ട് അതിൻ്റെ ഇടയിൽ കണ്ടോ ഒരാൾ കുടുങ്ങി വളർന്നിപ്പുണ്ട്. അത് കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ ഇത്. ചെത്തിപ്പൂ ഉണ്ടായി നിൽക്കണം നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. വീഡിയോ എടുക്കണാണ്ട് ഇവിടെ ഒരാൾ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോ ഇനിയൊരു കൂട്ടം കൂടി കാണിച്ചു തരാം കേട്ടോ. കണ്ണൻ്റെ അമ്മ സകലകല വല്ലഭയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ജൂട്ടിൻ്റെ നൂല് വാങ്ങിച്ചിട്ട് സ്വയം നെയ്തുണ്ടാക്കിയ ചവിട്ടിയാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണ് നോക്കിക്കേ കാണാനായിട്ട്. ഇതുപോലെ തന്നെ റൂമിലും അലങ്കരിച്ച് ഇതാ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ വേറെയുണ്ട് ഇതാ പല പല തുണി കഷ്ണങ്ങൾ, ബാക്കി വന്ന തുണി കഷ്ണങ്ങളില്ലേ, വെട്ട് കഷ്ണങ്ങൾ, അതുകൊണ്ട് ഉണ്ടാക്കിയ മാറ്റുകളാണ്. അത് ചെയറിൻ്റെ മേലെയും ചവിട്ടിയായിട്ടല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. ചെയറിൻ്റെ മേലെ ടേബിളിന് മേലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ടേ ഉള്ളൂ. എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. അപ്പോൾ ഇനിയുണ്ട് ആളുടെ കഴിവുകൾ. അതൊക്കെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ദൈവത്തോട് ഒരുപാട് നന്ദി പറയാണ്. നല്ല സ്നേഹമുള്ളൊരു അച്ഛനെയും അമ്മനെയും അതുപോലെ നല്ലൊരു ഭർത്താവിനെയും നൽകി എൻ്റെ മകളെ അനുഗ്രഹിച്ചതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.